വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതിയായ അഫാന്റെ പിതാവ് ഇപ്പോൾ ഇതാ തിരികെ നാട്ടിലെത്തിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കാണുന്നത്. അദ്ദേഹം പുറത്തേക്ക് വരികയാണ്. അബ്ദുൾ റഹീം അദ്ദേഹം പുറത്തേക്ക് എത്തിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒമാനിൽ നിന്ന് ഇന്ന് അല്പസമയം മുമ്പാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വിമാനത്താവളത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം പുറത്തേക്ക് പോവുകയാണ്. ഏറ്റവും സങ്കടം നിറഞ്ഞൊരു സാഹചര്യം നമുക്കറിയാം. അതിന് പ്രത്യേകിച്ച് നമ്മൾ അതിൽ ഒരുപാട് വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല. കാരണം തിരികെ നാട്ടിലേക്ക് വർഷങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ എത്തുമ്പോൾ ഉറ്റവരും ഉടയവരും ആരും കൂടെയില്ല. ഉമ്മയെ കൊലപ്പെടുത്തിയിരിക്കുന്നു, സഹോദരനെ കൊലപ്പെടുത്തിയിരിക്കുന്നു, സഹോദരൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയിരിക്കുന്നു, സ്വന്തം ഭാര്യ ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ച് കഴിയുകയാണ്. പക്ഷേ ഇതിനൊക്കെ ഉത്തരവാദിയായി നിൽക്കുന്നത് മൂത്ത മകനായ അഫാനാണ് താനും. അങ്ങനെ ഒരു മനുഷ്യനെല്ലാം നഷ്ടപ്പെട്ട് തിരികെ വരുന്നതിൻ്റെ ഏറ്റവും സങ്കടം നിറഞ്ഞൊരു സാഹചര്യമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളെ ഏറെ ദുഃഖിക്കുന്നുണ്ട്. കാരണം ഒരുപാട് പ്രതീക്ഷകളോടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവാസിയായി മണലാരണ്യത്തിലേക്ക് പോയൊരു മനുഷ്യനാണ്. തൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ കാലഘട്ടം അവിടെ അധ്വാനം ചെയ്ത് തൻ്റെ കുടുംബം വളർത്താൻ വേണ്ടി അധ്വാനിച്ചു കഴിഞ്ഞൊരു മനുഷ്യൻ. പക്ഷേ താൻ ഏറെ സ്നേഹിച്ച് വളർത്തിയ മകൻ തന്നെ തൻ്റെ കുടുംബത്തിൻ്റെ അന്തകനാകുമെന്ന് ഒരിക്കലും ആ മനുഷ്യൻ കരുതിയിട്ടുണ്ടാവില്ല. അതാണ് അവിടെ സംഭവിച്ചത്. ഏറ്റവും ദുഃഖകരമായ സാഹചര്യം എന്ന് പറയേണ്ടി വരും. ആ മനുഷ്യന് അതൊക്കെ താങ്ങാൻ കരുത്ത് കിട്ടട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. കാരണം അത്രമാത്രം സങ്കടം നിറഞ്ഞൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളെ നമ്മൾ എന്താണ് നമുക്ക് പറയാൻ കഴിയുക? ഏറ്റവും ദുഃഖം നിറഞ്ഞ സാഹചര്യമാണ്. ഷീജ കൂടിയുണ്ട്. ഷീജ, റഹീം പുറത്തേക്ക് എത്തിയോ? തീർച്ചയായും മനു, ഏതായാലും അബ്ദുൾ റഹീം അദ്ദേഹം നാട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് താൽക്കാലികമായി മാറ്റിയാണ് ഇപ്പോൾ അദ്ദേഹം ഇവിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത്. ഇപ്പോൾ വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് അദ്ദേഹം പോയി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്കറിയാം, വളരെ വേദനാജനകമായ ഒരു കാഴ്ച തന്നെയാണ്. കാരണം അദ്ദേഹത്തിനെ എല്ലാ തവണയും വരവേൽക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 മക്കളും ഉണ്ടാകുമായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു സാഹചര്യത്തിലല്ല അദ്ദേഹം ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു മര്യാദയുണ്ട് അദ്ദേഹത്തോട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാതിരിക്കുക എന്നുള്ളൊരു മര്യാദയുണ്ട്. ആ മര്യാദ കൊണ്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ മാത്രം പകർത്തി ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നും പൂർണ്ണമായും മാറി നിന്ന് ദൃശ്യങ്ങൾ മാത്രം എടുത്തത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം ഇവിടെ നിന്നും പോയിട്ടുള്ളത് വെഞ്ഞാറമൂടുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരൻ്റെ വീടുണ്ട്. സഹോദരൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ ചികിത്സയിൽ കഴിയുന്നുണ്ട്. വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിലാണ് ഷിമി ചികിത്സയിൽ കഴിയുന്നത്. അവിടെ എത്തി ഭാര്യയെ കാണുന്നതായിരിക്കും. അതിനുശേഷം കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തിരക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം, നമുക്ക് ഏറെ വേദനാജനകമായ ഒരു കാഴ്ച തന്നെയാണ്. അദ്ദേഹം ഇത്രനാൾ എങ്ങനെയാണോ നാട്ടിലേക്ക് വന്നിരുന്നത് ആ ഒരു സാഹചര്യത്തിലല്ല അദ്ദേഹം ഇപ്പോൾ ഇത്തവണ നാട്ടിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ആ ഒരു വേദന അദ്ദേഹം ഉള്ളിലൊതുക്കി തന്നെയാണ് ഇവിടെ മടങ്ങി എത്തിയിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ശരീരഭാഷയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളടക്കം എത്തി. അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ എത്തിയാണ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ നേരെ വെഞ്ഞാറമൂടുള്ള അവരുടെ ഈ താമസിച്ചിരുന്ന പേരുമലയിലെ വീടിനടുത്ത് തന്നെയാണ് ഭാര്യയുടെ സഹോദരൻ്റെ വീട്. അവിടേക്കാണ് ഇവിടെ നിന്നും ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. ശരി ഷീജ, അതിനെക്കുറിച്ച് എന്താണ് ഇപ്പോൾ നമ്മൾ അധികം ചോദിക്കുക? ഒന്നും പറയാനും കേൾക്കാനുമില്ല. കാരണം അത്രയും സങ്കടമുണ്ട് ആ വാർത്ത. മനുഷ്യൻ്റെ അവസ്ഥയോർത്ത് നമുക്ക് ആ ദുഃഖത്തിൽ എല്ലാം സഹിക്കാൻ അദ്ദേഹത്തിന് കരുത്തുണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. എത്രമാത്രം സങ്കടം ഉള്ളിൽ ഒതുക്കിയാണ് ആ മനുഷ്യൻ വിമാനത്തിൽ നാട്ടിലേക്ക് എത്തിയതല്ലേ. ഏറ്റവും തൻ്റെ ജീവിതവും വിയർപ്പും അധ്വാനവും എല്ലാം കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച മനുഷ്യൻ. തൻ്റെ മക്കളായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടത്. അതിൽ മൂത്ത മകൻ ഇളയ മകനെയും കൊന്നു, ഉമ്മയെയും കൊലപ്പെടുത്തി, സ്വന്തം സഹോദരനെയും ഒക്കെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ആ മനുഷ്യൻ്റെ ഒരു അവസ്ഥ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സങ്കടം വരും അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചാൽ. ഷീജയാണ് വിവരങ്ങൾ വിമാനത്താവളത്തിൽ നിന്ന് നമുക്ക് നൽകിയത്.